സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രോത്ത് വീട്ടിൽ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മീരയുടെ ആത്മാവിനെ തളച്ചു എന്നുള്ള പേര് പൂജാരിയാണെങ്കിൽ നന്ദൻ്റെ കയ്യിൽ ഒരു ചിരടൊക്കെ ജപിച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണാൻ വരുന്ന കെവിനോട് നന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ഈ ചിരട് ജപിച്ച് കൈ കെട്ടിയതിന് ശേഷം ഒരല്പം ആത്മവിശ്വാസമൊക്കെ വരുന്നുണ്ട്. മീരയുടെ ആത്മാവ എന്നെ ശല്യം ചെയ്യുന്നെന്ന് എല്ലാവരും കരുതിയിരിക്കുന്നത്. അപ്പോൾ കെവിൻ പറഞ്ഞു കൊടുക്കുന്നു, എന്തായാലും ആ തെറ്റിദ്ധാരണ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നീ എന്തെങ്കിലും അവിവേകം കാണിച്ചാലും മീരയുടെ ആത്മാവ നിന്നെ ശല്യം ചെയ്യുന്നെന്ന് അവരെല്ലാം കരുതിക്കോളും. അതേസമയം നന്ദനാണെങ്കിൽ ഒരു കാര്യം കെവിനോട് പറയുന്നു, ഊണിലും ഉറക്കത്തിലും ഒക്കെ ഋഷിയുടെ ഓർമ്മകളാ മനസ്സിൽ. കണ്ണടച്ച ഉടനെ ഋഷി മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെയൊക്കെ തനിക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ കെവിൻ പറയുന്നു, അതെല്ലാം നിൻ്റെ വെറും ഒരു തെറ്റിദ്ധാരണയാണെന്നും ഋഷിയെ കൊന്നത് നീയാണെന്നുള്ള തോന്നലിൽ ഋഷിയെ കാണുന്നത് പോലെ ചിന്തിക്കുവാണ് എന്ന് പറയുമ്പോൾ, അല്ലട കെവിനെ, ഞാൻ ശരിക്കും ഋഷിയെ കാണുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. മണ്ണാങ്കട്ട, നീ ചുമ്മാ എൻ്റെ വായിരിക്കുന്നതെല്ലാം കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് കെവിനാണെങ്കിൽ ആ ചർച്ച അവിടെ അവസാനിപ്പിക്കുന്നു. ഋഷിയെക്കുറിച്ച് ഇത്ര ദിവസമായും യാതൊരു അറിവും ഇല്ലാത്തതിൻ്റെ പേര് അരുന്ധതിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഈ വിവരമാണെങ്കിൽ ദേവിയും പ്രഭാവതിയും സിദ്ധുവും ഒക്കെ അറിയുന്നുണ്ട്. ദേവിയാണെങ്കിൽ തിരികെ വന്ന് ഇതിനെക്കുറിച്ച് നന്ദനോട് പറയുമ്പോൾ നന്ദൻ അത്രയും നേരം ഉണ്ടായിരുന്ന സമാധാനം നഷ്ടമായി വീണ്ടും ഡിപ്രഷനിലേക്കും ടെൻഷനിലേക്കും പോകുന്നു. ഋഷിയെ കാണാനില്ല, കംപ്ലൈൻറ്റ് കൊടുത്തോ? സത്യമാണോ ദേവി നീ പറയുന്നത്? അതിനെന്തിനാ നന്ദു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ദേവി ചോദിക്കുമ്പോൾ, എനിക്ക് ടെൻഷനോ? ഒന്നുമില്ല, ദേവിക്ക് ചുമ്മാ തോന്നിയ എന്നൊക്കെ പറഞ്ഞ് നന്ദൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. നന്ദൻ്റെ കൺമുന്നിൽ വന്ന് ഋഷി ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ കൊന്നത്? എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളായിരുന്നു ഏകാശ്രയം. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിങ്ങളുടെ കുടുംബം മുഴുവൻ എന്നെ എൻ്റെ കുടുംബത്തെയും തകർത്തയല്ലേ. ഇതിനു വേണ്ടി ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാപമാണ് ചെയ്തേ എന്ന് ഋഷി ചോദിക്കുമ്പം നന്ദനാണെങ്കിൽ ഋഷിയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, എൻ്റെ അവിവേകം കാരണം പറ്റിയ തെറ്റാ. അതിനുവേണ്ടി എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട്, എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാണോ? തയ്യാറാ. ഋഷി എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ അനുസരിച്ചേക്കാം എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നു, നീയും നിൻ്റെ അമ്മയും എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്ത എല്ലാ ക്രൂരതകൾക്കും മാപ്പ് ചോദിക്കണം. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെയും ലീനയുടെയും ജീവിതം തകർത്ത പ്രൊഫസർ പ്രഭാവതി എൻ്റെ അമ്മയോടും എന്നോടും മാപ്പ് പറയുക എന്നത്. എൻ്റെ ജീവൻ എന്തായാലും നീ ഇല്ലാണ്ടാക്കിയില്ലേ. ജീവിച്ചിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഏക ഉണ്ടായിരുന്ന ആശ്രയമായിരുന്നു ഞാനും ഇല്ലാണ്ടായി. എൻ്റെ അമ്മയോട് നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്ക് നീയും നിൻ്റെ അമ്മയും എൻ്റെ അമ്മയോട് മാപ്പ് പറയണം. പറ്റുമോ നിന്നെ കൊണ്ട് എന്ന് ചോദിക്കുമ്പം, ചെയ്തുപോയ എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചേക്കാം എന്ന് നന്ദൻ പറയുമ്പോൾ ഋഷി പറയുന്നു, നീ മാത്രം മാപ്പ് പറഞ്ഞാൽ പറ്റില്ല. നിൻ്റെ അമ്മ എന്നോടും എൻ്റെ പെണ്ണിനോടും ചെയ്ത ക്രൂരതയ്ക്കും എൻ്റെ അമ്മയോട് ചെയ്ത ക്രൂരതയ്ക്കും മാപ്പ് ചോദിക്കണം. എൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണം. എൻ്റെ അമ്മയെക്കൊണ്ട് ഞാൻ അരുന്ധതി മേഡത്തിനോട് മാപ്പ് ചോദിപ്പിക്കാം. അങ്ങനെയൊന്നും ഞാൻ ചെയ്ത പാപം തീരില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ മനഃശാന്തിക്കും ഋഷിക്ക് വേണ്ടിയിട്ടും അത്രയെങ്കിലും ഞാൻ ചെയ്തേക്കാം എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് നന്ദൻ. അതിനെ തുടർന്ന് നന്ദനാണെങ്കിൽ പ്രഭാവതിയോട് വന്ന് പറയുന്നു, നമ്മുടെ കുടുംബത്തിൽ വിട്ടൊഴിയാതെ പ്രശ്നങ്ങളാണെന്ന് എപ്പോഴും അമ്മ പറയാറില്ലേ അമ്മ? അതേ മോനെ, എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? അല്ല, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യണം. എന്താ മോനെ, എന്താ? മോൻ എന്തു പറഞ്ഞാലും അമ്മ അതുപോലെ അനുസരിക്കാം എന്ന് പറയുമ്പോൾ, അമ്മ അരുന്ധതി മേഡത്തിനോട് മാപ്പ് ചോദിക്കണം. നന്ദു, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം അമ്മ പറയുന്നത്. അമ്മ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും അവരോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത ക്രൂരതയാണ്. അവരുടെ മകൻ ഇത്രയും വർഷം കിടപ്പിലാകാൻ കാരണവും മകൻ സ്നേഹിച്ച പെണ്ണ് മരിക്കാൻ കാരണവും അമ്മ തന്നെയല്ലേ. അതിനെല്ലാം ഉള്ള പ്രായശ്ചിത്തം അരുന്ധതി മേഡത്തിനോട് മാപ്പ് ചോദിച്ചാൽ മാത്രമേ ചന്ദ്രോത്ത് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കൂ എന്ന് കരഞ്ഞു പറയുമ്പോൾ, നന്ദു മോനെ, നീ വിഷമിക്കണ്ട. അരുന്ധതിയെ കണ്ട് ഞാൻ മാപ്പ് ചോദിച്ചേക്കാം. ഒരു കണക്കിന് മോൻ പറഞ്ഞത് ശരിയാ. അരുന്ധതിയോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിന് സമാധാനവും ശാന്തിയും കിട്ടില്ലെന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അരുന്ധതിയെ കാണാനായിട്ട് പ്രഭാവതിയും നന്ദനും അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അരുന്ധതി അവരെ കണ്ട് ചോദിക്കുന്നു, എന്താ പരിഹസിക്കാൻ വന്നെയാണോ? എൻ്റെ മകനെ കാണാനില്ലാത്ത കാര്യം അറിഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കാൻ വന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി അരുന്ധതിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അരുന്ധതി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക എന്നെ. ഞാൻ ഒരുപാട് തെറ്റുകൾ നിന്നോടും നിൻ്റെ മകനോടും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിനും മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നത്. നിൻ്റെ മകനെ കാണാനില്ലാത്ത കാര്യവും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരുപാട് തെറ്റ് ഞാൻ നിന്നോടും നിൻ്റെ മകനോടും ചെയ്തിട്ടുണ്ട്. അതിന് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കണമെന്ന് എൻ്റെ മകൻ പറഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി. ഇനിയെങ്കിലും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ പ്രഭാവതി വന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രഭാവതി മാപ്പ് പറയുന്നത് കേട്ട് അരുന്ധതിക്കും സങ്കടമാകുന്നു. ഇതൊക്കെ കാണാൻ തൻ്റെ മകനും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവ സന്തോഷിച്ചേനെ എന്ന് പറഞ്ഞ്
അരുന്ധതി സങ്കടപ്പെടുന്ന ആ സമയത്ത് പ്രഭാവതി അവരെ ആശ്വസിപ്പിക്കുന്നു. എന്തായാലും നീ വിഷമിക്കേണ്ട. ഋഷിയെ കണ്ടെത്താൻ എന്നാലാകുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാം. അവൻ എന്നെ അമ്പലത്തിൽ വെച്ച് അപമാനിച്ചേനെന്നും ഇപ്പം എനിക്കൊരു പിണക്കവും അവനോടില്ല. അതെല്ലാം ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം മറഞ്ഞു നിന്ന് കേട്ട് നന്ദനാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നു. ഈ സമയത്ത് ഋഷി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള എല്ലാ പ്രശ്നവും ഇതോടെ അവസാനിച്ചേനെ. എൻ്റെ മണ്ടത്തരം കാരണമാണല്ലോ ഇത്രയധികം പ്രശ്നം ഉണ്ടായേ എന്നുള്ള വേദനയിൽ നന്ദനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.